ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 12th വീക്ക് വിഷയിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്ന് രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ അവസാനിക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാവിലെ 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തുന്നത്. ഇന്ന് രാത്രിയോടെ നമ്മുടെ ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് സ്ലോട്ടുകളെല്ലാം ക്ലോസ് ആവും. അതിനുള്ളിൽ തന്നെ ഈ 7 മത്സരാർത്ഥികൾ, നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥിക്ക് വോട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം നാളെയാണ് ലാലേട്ടൻ്റെ ഷൂട്ട് നടക്കുന്നത്, നാളെയാണ് എവിക്ഷൻ നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരിമണിക്കൂറിലെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാവിലെ 11 മണി വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അനീഷ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇതാ വീണ്ടും അനീഷ് 1ാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. അനുമോളെ അട്ടിമറിച്ചുകൊണ്ടാണ് 58,430 എന്ന നല്ലൊരു വോട്ട് നേടി 1ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. ചെറിയൊരു ലീഡിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ 1ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 2ാം പൊസിഷനിൽ അനുമോൾ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അനുമോൾ തൻ്റെ 1ാം പൊസിഷൻ നഷ്ടപ്പെട്ട് 2ാം പൊസിഷനിലേക്ക് വീണ് പോയിരിക്കുന്നത്. ഇപ്പോൾ 58,221 എന്ന വോട്ടിൻ്റെ ബലത്തിൽ അനീഷുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അനുമോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറ നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷും അനുമോളുടെയും തരത്തിൽ എത്തുന്ന രീതിയിലുള്ളൊരു വോട്ടിംഗ് പ്രകടനം. 49,100 വോട്ട് നേടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ ആര്യനാണുള്ളത്. ആര്യൻ ഇപ്പോൾ വോട്ടിംഗ് നല്ലൊരു ഇടിവാണ് കണ്ടുവരുന്നത്. എന്നിരുന്നാൽ കൂടെ ആര്യൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ടിട്ടില്ല. 44,089 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5ാം പൊസിഷനിൽ സാബുമോൻ തന്നെ തുടരുകയാണ്. സാബുമോൻ നേരത്തെ അട്ടിമറി മുന്നേറ്റം നടത്തി 5ാം പൊസിഷനിൽ വന്നിട്ട് ആ പൊസിഷൻ കൈവിട്ട് കൊടുക്കാതെ 42,788 എന്ന നല്ലൊരു വോട്ടിൻ്റെ ബലത്തിൽ 5ാം പൊസിഷൻ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. 6ാം പൊസിഷനിൽ ഇപ്പോഴും അക്ബർ തന്നെയാണ് തുടരുന്നത്. നേരത്തെ 5ാം പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ്, എന്നാൽ ഇപ്പോൾ ഡേഞ്ചർ സോണിലേക്ക് വന്നിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് അക്ബറിന് അനുകൂലമായില്ലെങ്കിൽ അക്ബർ ഇത്തവണ പുറത്തു പോകാൻ തന്നെയാണ് ചാൻസ്. ഇപ്പോൾ 42,700 വോട്ടോടുകൂടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ നെവിൻ തന്നെയാണ് തുടരുന്നത്. ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ ഇപ്പോൾ കുറേ നേരമായിട്ട് തന്നെ തുടരുകയാണ്. വോട്ടിങ്ങിൽ കാര്യമായ മുന്നേറ്റമില്ല. 41,980 വോട്ട് നേടി ഡേഞ്ചർ സോണിലായിട്ടുള്ള 7ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്.